ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജ് സൈഡ് ഡിഷാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് സോയ ചങ്ക്സ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റിയിട്ട് ഉണ്ടാക്കുന്ന റോസ്റ്റിനേക്കാളും നല്ല ടേസ്റ്റിയാണ് ഈ ഒരു സോയ ചങ്ക്സിൻ്റെ റോസ്റ്റ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ഫോർച്യൂണിൻ്റെ മിനി സോയ ചങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ അത് കുഞ്ഞ് സോയ ചങ്ക്സ് ആയതുകൊണ്ട് നമുക്കത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി അതിലോട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളം 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് നമുക്ക് ആ സോയ ചങ്ക്സിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ വെള്ളത്തിൽ ആ ഉപ്പിട്ടിട്ട് സോക്ക് ചെയ്തെടുക്കുമ്പോൾ ആ സോയ ചങ്ക്സിൻ്റെ ഉള്ളിലോട്ട് നന്നായിട്ട് ഉപ്പ് കയറും. അപ്പോൾ അങ്ങനെ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. 10 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് അത് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ സോയ ചങ്ക്സ് ഒക്കെ നല്ല സോഫ്റ്റായി വന്നപ്പോൾ അതിലത്തെ വെള്ളം, എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ്. അങ്ങനെ വെള്ളം പിഴിഞ്ഞ് മാറ്റിയിട്ടുള്ള സോയ ചങ്ക്സ് മറ്റൊരു പാത്രത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ മുഴുവൻ സോയ ചങ്ക്സും ഇവിടെ വെള്ളമൊക്കെ പിഴിഞ്ഞ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സോയ ചങ്ക്സൊക്കെ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതിലോട്ട് മസാല ചേർക്കുന്നതിനായിട്ട് ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സംഭവങ്ങൾ അരച്ചെടുക്കണം. അതിനായിട്ട് ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇങ്ങനെ കല്ലിൽ അരച്ചെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, കല്ലില്ല എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മളിതാ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മുടെ സോയ ചങ്ക്സിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ സാദാ മുളക് പൊടി. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ നല്ല ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ എരിവിനുമായിട്ട് നമ്മൾ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും, പിന്നെ നമ്മളത് ടേസ്റ്റ് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവ് പോലെ തോന്നി, അതുകൊണ്ട് കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ അതൊന്ന് കൂട്ടി തിരുമ്മി മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആ മസാലയൊക്കെ നമ്മുടെ സോയ ചങ്ക്സിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിനേക്കാൾ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ സോയ ചങ്ക്സിലോട്ടൊക്കെ നന്നായിട്ട് ആ മസാല പിടിച്ച് കിട്ടും. അങ്ങനെ നമ്മൾ സോയ ചങ്ക്സൊക്കെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഇനി ഒരു 5 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. അങ്ങനെ 5-10 മിനിറ്റോ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. അതിനുശേഷം ഒരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് മീഡിയം ടു ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഹാർഡായി പോകേണ്ട ആവശ്യമില്ല, ചെറുതായി ഒന്ന് മുരിഞ്ഞു വരേ വേണ്ടൂ. എന്നിട്ട് അതിലോട്ട് ഒരു തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു ഫ്ലേവർ കൂടി നമ്മുടെ സോയ ചങ്ക്സിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ അവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി ഒരു ബൗളിലേക്ക് ഇട്ട് വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ തന്നെ ഈ ഒരു സോയ ചങ്ക്സ് നല്ല ടേസ്റ്റിയാണ്. ഇനി അതിനൊന്നും കൂടി ഒന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് ഒരു മുട്ടയിലോട്ട് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സോയ ചങ്ക്സ് വറുത്തിട്ടുള്ള എണ്ണയിൽ നിന്നും കുറച്ച് എണ്ണ, 1 ടീസ്പൂണോ 1.5 ടീസ്പൂണോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ സാധാരണ മുട്ടയൊക്കെ കുത്തിപ്പൊരിക്കുന്നത് പോലെ ഒന്ന് കുത്തിപ്പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ടയൊക്കെ കുത്തിപ്പൊരിച്ചെടുത്തു. ഇനി അതിലോട്ട് നമ്മുടെ സോയ ചങ്ക്സ് മുഴുവനായിട്ടും ഫ്രൈ ചെയ്തിട്ടുള്ള സോയ ചങ്ക്സ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആ എഗ്ഗുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും 1 ടീസ്പൂൺ സോയ സോസ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഒരു 2 മിനിറ്റ് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിൽ സവാള വഴറ്റിയെടുക്കുകയോ ഒന്നും വേണ്ട. ഈ ഒരു റോസ്റ്റ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. നമുക്ക് ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും പൊറോട്ടയുടെ കൂടെ ആയാലും ഒക്കെ കഴിക്കാൻ അടിപൊളിയാണ്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്താൽ സംഭവം റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.